മഹാത്മാഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഗാന്ധിജി ദണ്ഡിയിൽ നിന്ന് 322 കിലോമീറ്റർ ദൂരെയുള്ള സബർമതി ആശ്രമത്തിലേക്ക് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം പതുക്കെ കുറയുകയും 1934 മെയ് മാസത്തിൽ അത് ഔപചാരികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ ചിറ്റഗോംഗ് ആയുധപുര റെയ്ഡ് നടന്നിരുന്നു. ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയാണ് ശരി. ഗാന്ധിജി ദണ്ഡിയിൽ നിന്ന് 322 കിലോമീറ്റർ ദൂരെയുള്ള സബർമതി ആശ്രമത്തിലേക്കാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. പതുക്കെ 1934 മെയ് മാസമായപ്പോഴേക്കും ഇത് ഔപചാരികമായി നിർത്തിവെച്ചു. ഈ കാലഘട്ടത്തിൽ സൂര്യ സെന്നിന്റെ നേതൃത്വത്തിൽ ചിറ്റഗോംഗ് ആയുധപുര റെയ്ഡ് നടന്നിരുന്നു. 1857 കലാപത്തെക്കുറിച്ചുള്ള പ്രസക്തമായ വസ്തുതകൾ. ദത്തവകാശ നിരോധന നിയമം പിടിച്ചെടുക്കുവാനുള്ള അവകാശവുമായി സത്താറ, ജയ്പൂർ, സമവൽപൂർ, ബാഗത്ത്, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ സ്ഥലങ്ങൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യൻ വ്യാപാര താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യൻ കരകൗശല വസ്തുക്കളെയും വ്യവസായങ്ങളെയും നശിപ്പിക്കുകയും അതിനെ ഒരു വിദേശ ചൂഷണ വ്യവസ്ഥയുടെ അനുബന്ധമായി വികസിപ്പിക്കുകയും ചെയ്തു. 1857 കലാപം പ്രാദേശികവൽക്കരണത്തിന്റെ യുഗത്തിന് അറുതി വരുത്തി സാമ്പത്തിക ചൂഷണത്തിന്റെ യുഗത്തിൽ ഇടം നൽകി. കലാപത്തിന്റെ വൈകാരിക ആഘാതങ്ങൾ ഒരുപക്ഷെ ഏറ്റവും ദൗർഭാഗ്യകരമായിരുന്നു. വംശീയ വിദ്വേഷം ഒരുപക്ഷെ സമരത്തിന്റെ ഏറ്റവും മോശമായ പൈതൃകമായിരുന്നു. 1, 2, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. മാർത്താണ്ഡവർമ്മയുടെ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. അഞ്ചിക്കൈമൾ എറണാകുളം പ്രദേശം മാർത്ത വടക്കുംകൂറിൽ അധികാരം പിടിച്ചെടുക്കാൻ ഡച്ചുകാർ ആഗ്രഹിച്ചു. 1743 മെയ് 22 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും കമാൻഡർ റെനോകാസിസും ചേർന്ന് സമഗ്രമായ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഓപ്ഷൻ ഡി 1, 2, 4 എന്നിവയാണ് ശരി. കുളച്ചൽ യുദ്ധം നടന്നത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. എറണാകുളത്തെ അഞ്ചിക്കൈമൽ മാർത്ത വടക്കുംകൂറിൽ അധികാരം പിടിച്ചെടുക്കുവാൻ ഡച്ചുകാർ ആഗ്രഹിച്ചു. 1743 മെയ് 22 മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും കമാൻഡർ റൈനോകാസിസും ചേർന്ന് സമഗ്രമായ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയായവ. ചാർട്ട് ചെയ്ത കരട് പിന്നീട് ചർച്ച ചെയ്യുകയും പരിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ഒടുവിൽ 1945 ഏപ്രിൽ മുതൽ ജൂൺ മാസങ്ങളിൽ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൽ 50 സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഒപ്പുവെക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 24 പ്രകാരം അംഗങ്ങൾ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സുരക്ഷാ കൗൺസിലിന് നൽകുന്നു. നോർവീജിയൻ വിദേശകാര്യമന്ത്രി ടൈഗ്വെലിക്ക് ഫസ്റ്റ് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ ചാർട്ട് ചെയ്ത കരാറ് പിന്നീട് ചർച്ച ചെയ്യുകയും പരിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ഒടുവിൽ 1945 ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൽ 50 സംസ്ഥാനങ്ങൾ പ്രതിനിധികൾ ഒപ്പുവെച്ചു. ആർട്ടിക്കിൾ 24 പ്രകാരം അംഗങ്ങൾ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം സുരക്ഷാ കൗൺസിലിന് നൽകി. നോർവീജിയൻ വിദേശകാര്യമന്ത്രി ടൈഗ്വെലിക്ക് ഫസ്റ്റ് സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ. ആസാദി കാ അമൃത് മഹോത്സവം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നതിനും സ്മരിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംരംഭമാണ്. സ്വാതന്ത്ര്യം നമുക്ക് യാഥാർത്ഥ്യമാക്കിയ ത്യാഗങ്ങൾ പാടാത്ത നായകന്മാരുടെ ജീവനുള്ള കഥകൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നു. ബിർസ മുണ്ട ജയന്തി, നേതാജിയുടെ താൽക്കാലിക സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഖ്യാപനം, ഷഹീദ് ദിവാസ് തുടങ്ങിയവ ഈ വിഷയത്തിന് കീഴിലുള്ള പരിപാടികളാണ്. ആസാദി കാ അമൃത് മഹോത്സവ് 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സംരംഭമാണ്. ഇതിൽ ബിർസ മുണ്ട ജയന്തി, നേതാജിയുടെ താൽക്കാലിക സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഖ്യാപനം, ഷഹീദ് ദിവാസ്
തുടങ്ങിയവ ഈ വിഷയത്തിന് കീഴിൽ വരുന്ന പരിപാടികളാണ്. ഗംഗാതടത്തിന് കുറുകെ ബംഗാൾ ഉൾക്കടലിന്റെ തലവരെ നീണ്ടുകിടക്കുന്ന മർദ്ദം മൺസൂൺ ട്രോഫ് എന്ന പ്രതിഭാസം ഏത് സീസണിലാണ് അനുഭവപ്പെടുന്നത്? തെക്കു-പടിഞ്ഞാറൻ മൺസൂൺ കാലം. മൺസൂൺ ട്രോഫ് തെക്കു-പടിഞ്ഞാറൻ മൺസൂൺ കാലം. 2800 കിലോമീറ്റർ ആഴം മുതൽ കാമ്പിന്റെ ന്യൂക്ലിയസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തെ ബാരിസ്ഫിയർ എന്ന് വിളിക്കുന്നു. 2800 കിലോമീറ്റർ ആഴം മുതൽ കാമ്പിന്റെ ന്യൂക്ലിയസ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയുടെ ഏറ്റവും ഉൾഭാഗത്തെ ബാരിസ്ഫിയർ എന്ന് പറയുന്നു. ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും എന്നാൽ ഉപയോഗപ്പെടുത്താത്തതും ശരിയായി വികസിപ്പിച്ചിട്ടില്ലാത്തതുമായ വിഭവങ്ങൾ സാധ്യതയുള്ള വിഭവം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും എന്നാൽ ഉപയോഗപ്പെടുത്താത്തതും ശരിയായി വികസിപ്പിച്ചിട്ടില്ലാത്തതുമായ വിഭവങ്ങളാണ് സാധ്യതയുള്ള വിഭവം. GSLV F-10 ജിയോ സിങ്ക്രോണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം GSAT-1. നൈജറിലും വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വംശീയ വിഭാഗമാണ് ഹൗസ. നൈജറിലും വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വംശീയ വിഭാഗമാണ് ഹൗറ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. WTOയുടെ പ്രധാന ലക്ഷ്യം ലോക വിഭവങ്ങളുടെ ഒപ്റ്റിമൽ വിനിയോഗം ഉറപ്പാക്കാൻ ഒരു നിയമാധിഷ്ഠിത വ്യാപാര വ്യവസ്ഥ സ്ഥാപിക്കുക. GSTN എന്നതിൻ്റെ അർത്ഥം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക്. നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസമനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരി? സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നീതി ആയോഗിന് അധികാരമില്ല. അതൊരു ഉപദേശക സമിതിയാണ്. സംസ്ഥാന നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആസൂത്രണ കമ്മീഷന് മുൻപ് അധികാരമുണ്ടായിരുന്നു. പദ്ധതികൾ അംഗീകരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. 2 പ്രസ്താവനയും ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതു നികുതിയാണ് കേന്ദ്രതലത്തിൽ ഉൾപ്പെടുന്നത്? സർവീസ് ടാക്സ്. കേന്ദ്രതലത്തിൽ ഉൾപ്പെടുന്നത് സർവീസ് ടാക്സ്. ബഹുമാനപ്പെട്ട ശ്രീ പീയൂഷ് ഗോയൽ ഈയിടെ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം തമിഴ്നാടാണ്. രാജ്യത്തെ ആദ്യ ഭക്ഷ്യ മ്യൂസിയം തമിഴ്നാട്. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 101. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത് 42ാം ഭേദഗതി വഴി. രാഷ്ട്രപതിക്ക് ഒരു ഓർഡിനൻസ് പ്രഖ്യാപിക്കാം. 2 സഭകളും സെഷനിൽ ഇല്ലാത്തപ്പോൾ, 1 സഭ മാത്രം സെഷനിൽ ആയിരിക്കുമ്പോൾ. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. 103ാം ഭരണഘടനാ ഭേദഗതി കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേന്ദ്ര സർക്കാർ ജോലികളിൽ പ്രവേശനത്തിന് സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് 10% സംവരണം ഏർപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രകടിപ്പിക്കലിനും ഉള്ള മൗലിക അവകാശം ഉറപ്പു നൽകുന്നത്. അപകീർത്തിപ്പെടുത്തൽ, മാന്യതയും ധാർമ്മികതയും, കോടതിയലക്ഷ്യം, ഒരു കുറ്റത്തിനുള്ള പ്രേരണ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരാമർശിക്കപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പൊതു ഓഫീസ് കൈകാര്യം വച്ചിരിക്കുന്നതോ വഹിക്കുന്നതോ എന്ത് അധികാരത്തിലാണെന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക റിട്ടാണ് ക്വോ വാറന്റോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെക്കുറിച്ച് ശരിയായി പരാമർശിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ സമാനമായ രീതിയിലും സമാനമായ കാരണങ്ങളാലും മാത്രമേ നീക്കം ചെയ്യുവാൻ കഴിയൂ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11. തുല്യനീതിയും സൗജന്യ നിയമസഹായവും സംസ്ഥാന നിയമത്തിന്റെ നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ചുള്ള അധ്യായത്തിന് കീഴിൽ അംഗീകരിച്ചു. ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് NV രാമണ്ണ. കേരള സർക്കാരിന്റെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന. 3ാമത്തെ പ്രസ്താവന ശരിയല്ല. ശരിയായവ: പാവപ്പെട്ടവരുടെ ഉപജീവന വിഭവശേഷി ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. സാമൂഹിക ഉൾപ്പെടുത്തൽ മുൻകൈയെടുക്കാൻ ഉറപ്പാക്കുന്നു. 2 പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അസേർഷൻ: ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ
നിർമ്മിക്കുന്നതിനായി കേരള സിവിൽ സർവീസ് രൂപീകരിച്ചു. റീസൺ സർക്കാരിൽ മാനേജ്മെന്റിന്റെ ഉന്നത തലത്തിലും രണ്ടാം തലത്തിലും ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടായിരുന്നു. അസേർഷനും റീസണും ശരിയാണ്. അസേർഷൻ റീസണിനെ വിശദീകരിക്കുന്നുമുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് കെ-ഫോണിന്റെ പ്രധാന ലക്ഷ്യമല്ലാത്തത്? ഡിജിറ്റൽ സാക്ഷരത പകർന്നു നൽകുക. കെ-ഫോണിന്റെ ലക്ഷ്യങ്ങൾ: ഒരു പ്രധാന അടിസ്ഥാന നെറ്റ്വർക്ക് സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക, വലിയ കണക്ടിവിറ്റി. കേരളത്തിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. ട്രാൻസ്ജെൻഡറുമായി ബന്ധമില്ലാത്തത്: സായംപ്രഭ ഹോമുകൾ. ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധമുള്ളത്: സാകല്യം, സഫലം, വർണ്ണം. ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധമുള്ളത്: സാകല്യം, സഫലം, വർണ്ണം. കേരള സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? കേരള സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ തൃതീയ മേഖലകൾ കോവിഡ്-19 ശേഷം വളർച്ച രേഖപ്പെടുത്തുന്നു എന്നത് തെറ്റാണ്. കേരളത്തിലെ ശരാശരി വേതന നിരക്ക് ഇന്ത്യയേക്കാൾ കൂടുതലാണ്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ മുഖ്യ ഘടകങ്ങളിലൊന്നാണ് സേവന മേഖല. കോവിഡ്-19 സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിച്ചു എന്നീ പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. പ്ലാസ്മ ക്ലിയറൻസ് എന്നത് ഒരു നിശ്ചിത യൂണിറ്റ് സമയത്ത് ഒരു പദാർത്ഥത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന പ്ലാസ്മയുടെ അളവാണ്. കൂടാതെ C=UV/P ഫോർമുല ഉപയോഗിച്ച് കണക്കാക്കാം. താഴെ പറയുന്നവയിൽ നിന്ന് GFR കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. സൊമാറ്റോസ്റ്റാറ്റിൻ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് GH, TSH എന്നിവയുടെ സ്രവണം തടയുന്നു. ആമാശയ സ്രവത്തെയും ചലനത്തെയും തടയുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസ് സ്രവിക്കുന്നതിനെ തടയുന്നു. GIP-യുടെ സ്രവണം തടയുന്നു. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചേരുംപടി ചേർക്കുക. ലീഷ്മാനിയ ട്രോപ്പിക്ക മൈനർ, ഓറിയന്റൽ വ്രണം, ലീഷ്മാനിയ ഡോനോവാലി, കാല അസർ, ലീഷ്മാനിയ ബ്രസീലിയൻസിസ്, നാസൽ ലീഷ്മാനിയാസിസ്, ലീഷ്മാനിയാസിസ് ട്രോപ്പിക്ക മേജർ, നനഞ്ഞ വ്രണം. ഹിസ്റ്റോൺസ് പോസിറ്റീവ് ചാർജ് കാണിക്കുന്നു. കാരണം ധാരാളമായി ലംസിൻ, അർജിനൈൻ എന്നിവ കാണപ്പെടുന്നു. ചേരുംപടി ചേർക്കുക. ഹൈഡ്രോഡമാലിസിസ് ഗിഗാസ്, റഷ്യ. റാഫസ് കുക്കുല്ല, മൗറീഷ്യസ്. തൈലാസിനസ് സൈനോസെഫാലസ്, ഓസ്ട്രേലിയ. ഇക്വസ് ക്വാഗ, ആഫ്രിക്ക. M1 പിണ്ഡത്തിന്റെ ഒരു കാന്തിക P1 P എന്ന ബിന്ദുവിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് ഘർഷണരഹിതമായ നേരായ ചരിവ് പാതയിലൂടെ PQ 45 ഡിഗ്രിയിൽ ഗ്രാവിറ്റിക്ക് കീഴിൽ തിരശ്ചീനമായി നീങ്ങി നിലത്തെ Q പോയിന്റിലെത്തുന്നു. M2 M1 പിണ്ഡത്തിന്റെ മറ്റൊരു കണിക P2യിൽ Pയിൽ നിന്ന് ലംബമായി നിലത്ത് R എന്ന ബിന്ദുവിലേക്ക് വീഴുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ എന്താണ് ശരി? P1 and P2 തുല്യ വേഗതയിൽ നിലം തൊടും. P1 അടുത്ത സമയവും P2 നിലം തൊടാൻ എടുക്കുന്ന സമയവും P1 എടുത്ത സമയവും P2 നിലം തൊടാൻ എടുത്ത സമയവും തമ്മിലുള്ള അനുപാതം √2 ആണ്. ഫോക്കൽ ലെങ്ത് Fഉം വക്രത R-ന്റെ ആരവുമുള്ള ഒരു കോൺവെക്സ് മിറർ പ്രധാന അച്ചുതണ്ട് അടങ്ങിയ ഒരു തലം ഉപയോഗിച്ച് പകുതിയായി മുറിക്കുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ എന്താണ് തെറ്റ്? എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ ഏത് ഗ്രൂപ്പിലാണ് സിന്തറ്റിക് മൂലകം ഒഗനസൻ ഉൾപ്പെടുന്നത്? 18. ഏത് ജാതിക്കാരനാണ് തിരയാട്ടം നടത്തുന്നത്? പെരുമണ്ണൻ. ലിബറോ എന്നത് ഏത് ഗെയിമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി. ഭാനുമതിയും മദനനുമാണ് രമണൻ മലയാള കവിതയിലെ കഥാപാത്രങ്ങൾ. നെന്മണി പിരിച്ചെഴുതുക. നെൽ പ്ലസ് മണി. കവി എന്നതിൻ്റെ എതിർലിംഗം കവയിത്രി. യാഥാർത്ഥ്യം അവഗണിച്ച് പ്രവർത്തിക്കുക എന്നർത്ഥം വരുന്ന ശൈലി കണ്ണടച്ച് ഇരുട്ടാക്കുക. കാട്ടുമനുഷ്യൻ എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിൻ്റെ
ഒറ്റപ്പദമാണ്. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. കടൽ എന്നർത്ഥം വരുന്ന മറ്റൊരു പദം അർണവം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം കണ്ടെത്തുക. അസ്ഥികൂടം. പ്രശാന്തം എന്ന വാക്കിന്റെ വിപരീതം പ്രക്ഷുബ്ധം. കൊടുത്തു പ്ലസ് ഇല്ല ചേർത്ത് എഴുതിയാൽ കൊടുത്തില്ല. മെനി എ പിക്കിൾ മേക്സ് എ മിക്കിൾ. സമാന പദം പലതുള്ളി പെരുവെള്ളം.